ദോശയും ചമ്മന്തി കഴിക്കാം. കല്യാണമല്ല, കഴിക്കാം. നമ്മൾ ശകലം എടുത്ത് കഴിക്കുമ്പോൾ അത് വളരെ സത്യം തന്നെ. അത്രയും മതി, കുറച്ച് മതി, കുറച്ച് അത്രയും മതി. അതെയാണ് 3 ദോശയല്ലേ ഉള്ളൂ കഴിക്കാൻ. ഞാൻ കഴിക്കാം. ഞാൻ ഇപ്പോൾ ജിമ്മിന് ഇവിടെ വന്നേ ഉള്ളൂ. 5 മിനിറ്റ് അച്ഛനോട് കഴിച്ചിട്ടേ ഞാൻ കഴിക്കാം കേട്ടോ. അത് ഞാൻ കണ്ടായിരുന്നല്ലോ. എന്ത് അതിപ്പോഴില്ല, അത് ഉച്ചയ്ക്കല്ലായിരുന്നു സാർ. ഏതാ അച്ഛൻ ഇവിടുത്തെ അച്ഛന് അത് ഞാൻ അച്ഛൻ കഴിക്കാം. ഞാൻ കഴിച്ചോളാം. അല്ല, ഞാൻ കഴിക്കാം. വേണ്ട, അച്ഛൻ കഴിച്ചിട്ട് ബാക്കി വെച്ചിരുന്നത് കഴിക്കും. ഒരെണ്ണം കഴിക്കും. ഇത് മേളിൽ നിന്ന് എടുക്കും. ഇതെടുക്ക് വേണ്ടേ. കഴിക്കും. ഓ, കഴിച്ചു കഴിച്ചു. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചോളാം. എനിക്കുണ്ട്. വേണ്ടേ? വേണ്ട, എനിക്ക് ഇരിപ്പുണ്ട്. അച്ഛൻ കഴിച്ചു. രാവിലെ അച്ഛൻ ദോശയാണ്. അച്ഛൻ കഴിക്കണം വലിയ താല്പര്യമില്ല, എന്നാലും നിർബന്ധിച്ചപ്പം അച്ഛൻ കഴിക്കുന്നുണ്ട്. ഞാനും അച്ഛൻ്റെ കൂടെ കൊണ്ടുവച്ചു. ഇല്ലേ അച്ഛാ? ദോശയെ ആണ് ഞാൻ എടുത്ത് വെച്ചു. വേണ്ടേ? ഇവിടെ മുക്ക്, ഇടി മുക്ക്. നമ്മൾ കഴിക്കുന്നല്ലേ ഉള്ളൂ. നമ്മൾ രാവിലെ കഴിച്ചതല്ല, എപ്പോഴാണ് കഴിക്കുന്നത്? അതെ, മൊത്തം കഴിക്കണം കേട്ടോ. ഓക്കെ. പക്ഷെ 1.5 മുറി ദോശ കഴിച്ചു. ഞാൻ റൂമിലോട്ട് കാപ്പി പിടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അച്ഛൻ എൻ്റെ അടുത്തോട്ട് വന്ന് കാര്യങ്ങൾ എന്തോ വെച്ചാ രാവിലെയൊക്കെ മുണ്ടൊക്കെ മാറ്റിയിട്ടിറങ്ങി. പിന്നെ എന്നെ ഉടുപ്പിച്ചാണ്. ഇന്നിപ്പം കുറച്ച് പിടിവാശിയാണ് ഇന്നലെ തൊട്ട്. പറഞ്ഞാൽ കേൾക്കത്തുമില്ല. അവിടെ പോയിരിക്കുക കേട്ടോ. അവിടെ ഇരിക്കുക. ഓക്കെ. അവിടെ പോയിരിക്കുക കേട്ടോ. ഇനി എപ്പം വരാം. ഞാൻ ഇപ്പം കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. നമ്മൾ അവിടെ ഇരുന്നു. എവിടെയാണോ ഇരുന്നു? അവിടെ ഇരുന്നു. എല്ലാം ചോദിച്ചിട്ട് അത് ചെയ്യും. പക്ഷെ എവിടെ ഇരിക്കണം? തീ വെച്ചേ, തീ വെക്കട്ടെ. ഇവിടെ ഇരി, ഇവിടെ ഇരി, ഇവിടെ ഇരി. ഇവിടെ ഇരി. ഇവിടെ ഇരിക്കണേ. ഞാനേ തീ വെച്ചത് എന്തൊക്കെ കാണും. കാണൂ. അച്ഛന് വായിക്കാനൊക്കെ കറക്റ്റായിട്ട് പറ്റും. അല്ല, നഷ്ടം. അച്ഛൻ്റെ മൈൻഡ് എന്താന്ന് പോലും നമുക്കറിയാൻ വയ്യ. പാവം. കഴിച്ച ദോശക്കകത്തുനിന്ന് ഒരു ദോശ കട്ടി കഴിച്ചു. ഒരു ദോശ പകുതി കൂടെ കഴിച്ചു. ബാക്കി പതൊക്കെ ഒരു 10 മിനിറ്റോടെ വെച്ച് എടുത്ത് കഴിക്കും. മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുക. പുള്ളിക്ക് ചുറ്റോടുള്ള ഒന്നും അറിയത്തില്ലായിരിക്കും. കഷ്ടം. എന്ത് ചെയ്യും? ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള അവസ്ഥയാണ് വരുന്നത്. കരിക്കകം, തിരുവനന്തപുരത്ത് കരിക്കകം. കരിക്കോടല്ല അച്ഛാ, കരിക്കകം ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയെന്ന്. അതാണ് ടി വിയിൽ പറയുന്നത് കേട്ടോ. പൊങ്കാല ഉണ്ടോ? പക്ഷെ വാർത്തകൾ ഞാൻ വായിക്കുകയൊക്കെ ചെയ്യും. പണ്ടൊക്കെ അച്ഛൻ ടി വിയിൽ ഇരുന്ന് കാണുള്ളൂ. ഇപ്പം ടി വി അങ്ങനെ കാണത്തില്ല. കറക്റ്റ് കാണുമില്ല. കണ്ടപ്പോഴത്തേക്ക് ഞാൻ പോയി റെഡിയായിട്ട് വരാം. ഇന്ന് പ്രോഗ്രാം ഉണ്ട്. ഇന്ന് ചെങ്ങമനാടാണ് പരിപാടി.
കരിമലക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ. അച്ഛനെ കാണും, ഞാൻ കുളിച്ചിട്ട് വരാം. പിന്നെ ഒരു അതിഥി വീട്ടിൽ എത്തി, ഒരു മയിൽ. ഇത് സ്ഥിരം വരുന്ന മയിലാണ്, പക്ഷെ ആദ്യമായിട്ടാണ് ഇതിന് പീലി വിടർത്തി ഞങ്ങൾ കാണുന്നത്. നമ്മൾ പൂച്ചക്കൊക്കെ മീനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കളിയം വന്നത്. പൂച്ചകൾ ഇവൻ്റെ അടുത്ത് പോകാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂച്ച അടുത്തോട്ട് ചെല്ലും, ഇവൻ കൊത്താനായിട്ട് ഓടിക്കും. രാവിലെ തൊട്ടേ കളി ഇവിടെ ഉണ്ടായിരുന്നു. നല്ല രസമാണ്. ഈ പീലി വിടർത്തി അടുത്ത് വരുമ്പോൾ ആ മയിൽപ്പീലിയുടെ ഒരു സൗണ്ടുണ്ട്, ഭയങ്കര സൗണ്ടാണത്. ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പൂച്ച എടുക്കാൻ വരുമ്പോൾ കാണാം ഇവൻ അന്നേരം ഈ മയിൽ ആ പൂച്ച ഓടിക്കുക. പൂച്ചകളാണ് ഇപ്പോൾ ഓടിക്കും. ഇവന്മാർ പൂച്ച വേണ്ടവന്മാർക്കൊരു പേടിയില്ല. ഇവന്മാർ അതിനടുത്ത് വീണ്ടും കളിച്ചുകൊണ്ട് ചെല്ലും, വീണ്ടും മയിൽ ഓടിക്കും, അവന്മാർ ഓടും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു 5-6 ഉണ്ട്, ബാക്കിയൊക്കെ പെൺമയിലുകളാണ്. അപ്പോൾ ഞാൻ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു. അരിയും അതുപോലെ തന്നെ ദോശയുടെ രാവിലത്തേക്ക് ഇട്ട് കൊടുത്തു. അത് ചെറുതായിട്ടൊക്കെ കുത്തി തിന്നു. നമ്മുടെ പൂച്ചപ്പന്മാരും കൂടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് സമയം അത് പീലിയൊക്കെ വിടർത്തി. പോയിട്ടില്ല, അത് ഇപ്പോഴും ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. നമ്മുടെ പരിസരത്ത് തന്നെ എപ്പോഴും നിൽപ്പുണ്ട്. നമ്മളിന്ന് ചക്കയാണ്. ഇന്ന് ചോറുണ്ട്, മീൻകറിയുണ്ട്. എനിക്ക് ചക്കയാണ്. ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടായിരുന്നില്ല. ഇന്ന് ചക്ക ഞാനിവിടെ അവിയൽ വെച്ചു, കുഞ്ഞമ്മ ഇവിടെ വേവിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അവിയൽ വെച്ചതും വേവിച്ചതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. ചക്ക മീൻ കുഴിയാളയാണ് മേടിച്ചത്. ഈ ചക്ക അവിയലിനാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ കിടലൻ ചക്കയാണ്. ചക്കയിൽ ലാസ്റ്റ് ചക്കയാണ്. ചെറിയ 2 ഉണ്ടായിരുന്നത്. ഒന്നും നല്ല വിളഞ്ഞില്ല. അപ്പുറത്തൊരു പ്ലാവേപ്പുണ്ട്, അതിനകത്ത് ഇഷ്ടംപോലെ ചക്ക ഉണ്ട്, പിടിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കും. ചോറ്, മീൻകറി, ചക്ക അവിയൽ. അവിയൽ ഞാനിവിടെ വെച്ചു. ഇത് ചക്ക വേവിച്ചത് കുഞ്ഞമ്മയുടെ ഇവിടെ കൊണ്ടുവന്നു. ആ മയിൽ ഇവിടെ നിന്ന് മൊത്തം പീലേക്ക് കിടത്തി. അച്ഛൻ കണ്ടില്ലല്ലോ, അച്ഛൻ കിടക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു. ആ പൂച്ചയായിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഏറ്റവും ദിവസം പീലിയെല്ലാം വിടർത്തി. ഞാൻ പിന്നെ ചോറ്, ദോശ ഇട്ട് കൊടുത്തു, പിന്നെ അരി ഇട്ട് കൊടുത്തായിരുന്നു. അതൊന്ന് കഴിച്ചു. 3-4 എണ്ണം ഉണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് നാൾക്ക് ശേഷമാണ് പുതിയ ഇവനെ കണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരും. പീലി വിടർത്തി നിൽക്കുന്ന ആദ്യമായിട്ടാണ് കണ്ടത്. നല്ല രസമായിരുന്നു. ഇല്ല അച്ഛാ, അച്ഛൻ കണ്ടില്ലല്ലോ. ചക്കയും കൂടെ എടുത്ത് കഴിക്കച്ചാ, നല്ലതാണ്. ഇത് സൂപ്പർ ചക്കയാണ് കേട്ടോ. ഇത് ഒന്നാമത് വറക്കാനും അടിപൊളിയാണ്. പക്ഷെ അതിനകത്ത് കുറച്ചേ പ്രാവശ്യം പിടിച്ചുള്ളൂ. ഇന്ന് എനിക്ക് ചക്കയാണ് മൊത്തം. ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയില്ല, ചക്ക കഴിക്കാമെന്ന് വെച്ചു. 9 മണിയാവും. നമ്മുടെ ചെങ്ങമനാട് ചേത്തടി കരിമലക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇന്ന് പ്രോഗ്രാം. ഇന്നെൻ്റെ പരിപാടി ഉണ്ടോ അച്ഛാ? ഇവിടെ അടുത്താ, ചെങ്ങമനാട്. വൈകിട്ടൊന്ന് 9 മണിക്ക്, 9-9:30 ആവുമായിരിക്കും. ഇന്ന് ഘോഷയാത്രയൊക്കെ ഉണ്ട്, വലിയ ഘോഷയാത്രയൊക്കെ ഉള്ളത്. മുള്ളുണ്ടോ അച്ഛാ? ഇല്ല, ഇതിവിടെ എത്തുന്നത് ഞാൻ കളഞ്ഞോളാം. ഓ, അതിവിടെ വെച്ചു. പിന്നെ അത് ചക്കക്കുരുവാ. അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. കണ്ടു ഇവിടെ വെച്ചേക്ക്, ഇവിടെ വെച്ചേക്ക്. ഞാൻ കളഞ്ഞോളാം. ഓ, അച്ഛൻ കഴുകി, ഞാൻ കഴിച്ചോളാം. ഇല്ല, ഞാൻ കളഞ്ഞോളാം. അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. ഓക്കെ, അതൊക്കെ ഞാൻ കളഞ്ഞോളാം. കഴിച്ചു, ഞാൻ എടുത്തോളാം. അച്ഛൻ കഴിച്ചിട്ടേ. അല്ല, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ. അച്ഛൻ കഴിച്ചിട്ടേ ഞാൻ ഇപ്പം എടുത്തോണ്ട് വരാം. ഇരിയാണ് കണ്ണ് നിറഞ്ഞു അച്ഛൻ്റെ വെള്ളം. കഴിച്ചിട്ട് പറ്റും. ഓ, അപ്പം എന്നാൽ ഞങ്ങളുടെ ഇന്നത്തെ ചാപ്പാട് കഴിഞ്ഞു. ഇല്ല അച്ഛാ? ഓക്കെ, കഴിഞ്ഞിട്ടു. ഓ, എവിടെ വെച്ചേക്ക്? ഇല്ല, ഞാൻ എടുത്ത് കളഞ്ഞോക്കാം. ഞാൻ കളഞ്ഞോളാം. അച്ഛൻ എവിടെ വെച്ചേക്ക്? അത് നിങ്ങൾ അച്ഛൻ കള.
അച്ഛന് കളയാതെ മനസ്സമാനം കിട്ടത്തില്ല. അവിടെ കൊണ്ട് കള. ഓ അങ്ങനെ ഓക്കെ, അച്ഛൻ കഴിച്ചു. ഓ ഇല്ല അവിടെ കഴിവിക്കും, കുഴപ്പമില്ല. അങ്ങനെ ആ മയിൽ വന്ന് പീലിയൊക്കെ വിടർത്തി നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്രോഗ്രാമുണ്ട്. ഇന്ന് ചേട്ടടിയിലാണ് പരിപാടി. അപ്പോൾ അതുപോലെ അച്ഛൻ കഴിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാൻ മൊത്തം ചക്കയുടെ പരിപാടിയാണ്. ചപ്പാത്തി ഉണ്ടാക്കിയില്ല, ചക്കയാണ്. ചക്ക വേവിച്ചതുകൊണ്ട്, ചക്ക അവിയലുമുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ മീൻകറി. ഓക്കെ, ഇത് ചക്ക അവിയൽ, ഇത് ചക്ക വേവിച്ചത്, ഇത് മാങ്ങ ഉപ്പിലിട്ട്, മാങ്ങയുടെ ചാറാതി ഒഴിച്ചിരുന്നത്, പിന്നെ ഒരു 3 കാന്താരി മുളക് ഒഴിക്കാനുള്ള മീൻകറി. എന്താ വെച്ചാൽ അപ്പോൾ അങ്ങനെ ഇന്ന് ചക്കയാണ് സ്പെഷ്യൽ. ചക്ക മാത്രം, ചക്കയും മീൻകറി. ഓക്കേ, അതെ.